ഒരു ബിസിനസ്സിൽ നിന്നും നിങ്ങളൊരു പേയ്മെൻറ്റ് നടത്തുമ്പോൾ നമ്മൾ ഇനീഷ്യേറ്റ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ് അല്ലെങ്കിൽ വൗച്ചറാണ് പേയ്മെൻറ്റ് വൗച്ചർ എന്ന് പറയുന്നത്. ഈ പേയ്മെൻറ്റ് വൗച്ചറിൽ നമ്മൾ ഏത് ഡേറ്റിനാണോ പേയ്മെൻറ്റ് നടത്തിയിരിക്കുന്നത്, ഏത് പാർട്ടിക്കാണോ പേയ്മെൻറ്റ് നടത്തിയിരിക്കുന്നത്, വൗച്ചർ നമ്പർ ഉണ്ടാവും. അതിന് പുറമെ പേയ്മെൻറ്റ് നടത്താനുണ്ടായ സാഹചര്യം എന്താണ്, ആ ലെഡ്ജർ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. അതിന് പുറമെ അതിൻ്റെ എമൗണ്ട് ഉണ്ടാവും, എത്ര എമൗണ്ടാണ് നമ്മൾ പേ ചെയ്തിരിക്കുന്ന കാര്യങ്ങളുണ്ടാവും. അതുമാത്രമല്ല, ഈ പേ ചെയ്തിരിക്കുന്നത് ക്യാഷിലാണോ അതോ ബാങ്ക് ത്രൂ ആണോ പേയ്മെൻറ്റ് നടത്തിയത്, മോഡ് ഓഫ് ട്രാൻസാക്ഷനും കൂടി പേയ്മെൻറ്റ് വൗച്ചറിൽ മെൻഷൻ ചെയ്യും. അപ്പോൾ നമ്മുടെ ബിസിനസ്സിൽ എന്തൊരു പേയ്മെൻറ്റ് നടക്കുകയാണെങ്കിലും ഒരു പേയ്മെൻറ്റ് വൗച്ചർ ക്രിയേറ്റ് ചെയ്യും. ഈ പേയ്മെൻറ്റ് വൗച്ചറിൽ നമ്മൾ ഓതറൈസ്ഡ് പേഴ്സൺ സൈൻ ചെയ്യും. അതിന് പുറമെ നമ്മളത് എന്ത് ചെയ്യും, ഫയൽ റെക്കോർഡ് ചെയ്ത് കീപ്പ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ടാലി പ്രൈം സോഫ്റ്റ്വെയറിൽ നമുക്ക് എങ്ങനെ ഒരു പേയ്മെൻറ്റ് വൗച്ചർ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. എൻ്റെ പേര് റസീം. വെൽക്കം ടു യൂട്യൂബ് ചാനൽ NSKL എഡ്യൂക്കേഷൻ. ഗേറ്റ് വേ ഓഫ് ടാലി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ട്രാൻസാക്ഷനിൽ വൗച്ചേഴ്സ് ഓപ്പൺ ചെയ്യുക. പേയ്മെൻറ്റ് വൗച്ചർ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സൈഡിൽ പേയ്മെൻറ്റ് എന്നുള്ള ഓപ്ഷൻ കാണുകയും ചെയ്യും. ഫംഗ്ഷൻ കീ F5 ക്ലിക്ക് ചെയ്തതിനാൽ പേയ്മെൻറ്റ് വൗച്ചർ ഓപ്പൺ ആവും. ഡേറ്റ് മാറ്റണമെങ്കിൽ F2 ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡേറ്റ് മാറ്റി കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ വൗച്ചർ നമ്പർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അക്കൗണ്ടിൽ കൊടുക്കേണ്ടത് നിങ്ങളുടെ ഏത് അക്കൗണ്ട് ത്രൂ ആണോ പേയ്മെൻറ്റ് നടത്തുന്നത്, അതൊന്നില്ലെങ്കിൽ ക്യാഷ് കൊടുക്കാം, അതല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് കൊടുക്കാം. ഞാനിവിടെ ക്യാഷ് കൊടുക്കുന്നു. അതിനുശേഷം പെർട്ടിക്കുലേഴ്സിൽ ഇത് എന്ത് കാരണം കൊണ്ടാണ് പേയ്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കൊരു എക്സ്പെൻസ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള പേയ്മെൻറ്റ് നടത്തിയായിരിക്കാം, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാർട്ടിക്ക് നിങ്ങളൊരു സൺട്രി ക്രെഡിറ്ററിന് കൊടുക്കാനുള്ള എമൗണ്ട് നിങ്ങൾ കൊടുത്തായിരിക്കാം. ഞാനിവിടെ ഒരു എക്സ്പെൻസ് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ റെൻറ്റ് കൊടുത്തതായിട്ട് കാണിക്കുകയാണ്. ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് Alt+C ക്ലിക്ക് ചെയ്തു. ലെഡ്ജറിൻ്റെ പേര് ഞാൻ റെൻറ്റ് അക്കൗണ്ട് എന്ന് കൊടുത്തു. അതിനുശേഷം ഇത് അണ്ടർ ഗ്രൂപ്പ് കൊടുത്തത് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആയിട്ട്, ഒരു എക്സ്പെൻസ് ലെഡ്ജർ ആയതുകൊണ്ട് തന്നെ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന ഗ്രൂപ്പ് കൊടുത്തിട്ട് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം റെൻറ്റ് എത്രയാണോ എമൗണ്ട് കൊടുക്കുന്നത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 30,000 ആണെങ്കിൽ 30,000 എന്ന് റെൻറ്റ് കൊടുത്തു. നരേഷനിൽ നിങ്ങൾക്ക് എന്താണോ ട്രാൻസാക്ഷനായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നോട്ട് ചെയ്യാനുള്ളത് അതിവിടെ കൊടുക്കാം. റെൻറ്റ് എക്സ്പെൻസസ് പെയ്ഡ്. ഇനി ഈ വൗച്ചർ നിങ്ങൾക്ക് പ്രിൻ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ മുകളിൽ പ്രിൻ്റ് എന്നുള്ള ഓപ്ഷൻ, അതല്ലെങ്കിൽ Alt+P ക്ലിക്ക് ചെയ്തിട്ട് കറണ്ട് പ്രിൻ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് വൗച്ചർ പ്രിൻ്റ് എടുക്കാൻ സാധിക്കും. പ്രിവ്യൂവിൽ ഞാൻ കാണിച്ചു തരാം. പേയ്മെൻറ്റ് വൗച്ചർ NSKL എഡ്യൂക്കേഷൻ ഇഷ്യൂ ചെയ്ത പേയ്മെൻറ്റ് വൗച്ചറാണ്. വൗച്ചർ നമ്പർ 1 ആണ്. ഡേറ്റ് 2 April 2023 ആണ് കൊടുത്തിരിക്കുന്നത്. റെൻ്റ് അക്കൗണ്ടായിട്ട് ബന്ധപ്പെട്ടാണ് പേയ്മെൻറ്റ് നടത്തിയിരിക്കുന്നത് 30,000. ബാക്കി ഡീറ്റെയിൽസ് ഉണ്ടാവും. ഇതൊരു ക്യാഷ് ആയിട്ട് കൊടുത്തതുകൊണ്ട് തന്നെ ത്രൂ ക്യാഷ് എന്ന് മെൻഷൻ ചെയ്യും. റെൻറ്റ് എക്സ്പെൻസസ് എന്നീ കാര്യങ്ങളൊക്കെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആരാണോ നമ്മൾ ഓതറൈസ് ചെയ്തിരിക്കുന്നത്, ഈ പേയ്മെൻറ്റ് നടത്താൻ ഓതറൈസ് ചെയ്തിരിക്കുന്ന വ്യക്തി ആരാണോ അവർ ഓതറൈസ് സിഗ്നേച്ചറിൻ്റെ അവിടെ സൈൻ ചെയ്യും. ഒരു കോപ്പി ഈ ക്യാഷ് റിസീവ് ചെയ്തിരിക്കുന്ന ആൾ കയ്യിൽ വെക്കും, ഒരു കോപ്പി നമ്മുടെ കയ്യിൽ ഫയലിൽ കീപ്പ് ചെയ്യും. ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റർ കീ പ്രസ് ചെയ്ത് ആക്സെപ്റ്റ് യെസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വൗച്ചർ പേയ്മെൻറ്റ് വൗച്ചർ ഇവിടെ കംപ്ലീറ്റ് ആയി. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.